ഹായ് ഫ്രണ്ട്സ്, വയനാട് കിച്ചൻ മിക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും ഈ വീഡിയോ ഇന്നിപ്പോൾ ഞാൻ എടുക്കുന്ന ഈ വീഡിയോ ശരിക്കും ഒരു 2 വീഡിയോയ്ക്ക് മുമ്പേ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. ഈ 2 വീഡിയോ ഇട്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് കാര്യങ്ങൾ. അതിനകത്ത് വന്ന കമന്റിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഈ മൂവാണ്ടൻ മാവ് നടേണ്ടതെന്നും ഏത് സ്ഥലത്ത് നടണമെന്നും എവിടെ ഏത് സമയത്ത് എങ്ങനെ നടണമെന്നുമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയത്തില്ലാതെ ആൾക്കാരോടാണ് ശരിക്കും വളവിടാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇടുന്ന ഈ വീഡിയോ ആയിരുന്നു ഇത്, ഒന്നാമതിടുന്ന വീഡിയോ ആയിരുന്നു ഇത്. കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് മാവ് നടുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, മാവ് നടുന്നതിന്റെ മേലെ ഭാഗത്ത് ഒരു കാരണവശാലും ഒരു ചോല സ്ഥലങ്ങളും കാണരുത്. ഇപ്പൊ റബ്ബറിന്റെ അടിയിലോ വേറെ ഏതെങ്കിലും മരത്തിന്റെ അടിയിലോ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ മാവ് നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മാവ് പൊങ്ങുന്ന വരെയും മാങ്ങ ഉണ്ടാകാൻ സമയമെടുക്കും. നല്ല തെളിഞ്ഞ സ്ഥലങ്ങളിൽ മോളുവശം ഒന്നും ചോലയൊന്നും ഇല്ലാത്ത നല്ല സ്ഥലങ്ങളിൽ മാത്രം മാവിന് കുഴിയെടുത്ത് മാവ് നടുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് നിങ്ങൾ കാണുന്നുണ്ട് ഒരു കവറിൽ മാവ് കുഴിച്ചു വെച്ചിരിക്കുന്നതും, ഒരു മൂവാണ്ടൻ മാവിന്റെ തയ്യ് കവറിൽ കുഴിച്ചു വെച്ചിട്ടുണ്ട്, ഒരു കവറിലാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. മാവ് പാകി എടുത്തേക്കുന്നതാണ്. ഇവിടെ 2 മാങ്ങാണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്, ചാരമൊക്കെ തേച്ച് ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ 2 വിധത്തിൽ നമുക്ക് മാവ് കുഴിച്ചിടാം. ശരിക്കും ഈ 2 ഓപ്ഷൻ ഉണ്ടെങ്കിലും ഞാൻ ശരിക്കും പ്രിഫർ ചെയ്യുന്നത് ശരിക്ക് ഈ ഓപ്ഷൻ അല്ല, ഈ ഓപ്ഷനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇത് മാങ്ങ അണ്ടി അതിനകത്ത് വെച്ച് മണ്ണിനകത്ത് വെച്ച് അതിന്റെ കരുത്തോടെ കയറി വരുന്നതുകൊണ്ട് എപ്പോഴും ആ തൈക്ക് ഒരു പവർ കൂടുതലുണ്ടാവും. ഇതിനകത്തുനിന്ന് നമ്മളെടുത്ത് മാറ്റി അതിനകത്തോട്ട് വെച്ച് കഴിയുമ്പോൾ, കുഴിയിലോട്ട് വെച്ച് കഴിയുമ്പോൾ അതിനൊരു ചെറിയ ചെറിയ വേരുകൾ എല്ലാം പൊട്ടി അതിന് ഇച്ചിരി പവർ കുറവുണ്ടാവും. ഇതിൽ ഈ കവറിൽ പാകിയിരിക്കുന്നത് ശരിക്ക് ഒരു ഓഗസ്റ്റ് മാസത്തിലും, ഇത് മാങ്ങയുടെ അണ്ടിയായിട്ടിരിക്കുന്നത് മണ്ണില് മെയ് മാസം അവസാനം മഴ തുടങ്ങുന്നതിന് മുമ്പുമാണ് നമ്മൾ സാധാരണയായിട്ട് കുഴിച്ചു വെക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ മാവ് നടുന്ന സമയത്ത്, ഈ സമയത്താണ് മാവ് നടുന്നത്, മഴ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് മാങ്ങ അണ്ടി വെച്ചിട്ട് മാങ്ങ നടുന്നതാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. അതിന് ഒരു 1.5 അടി താഴത്തില് കുഴിയെടുത്തിട്ട്, ഒരു നമ്മൾ വാഴയ്ക്കൊക്കെ കുഴി കുത്തുന്ന പോലെ കുഴിയെടുത്തിട്ട് അതിൻ്റെ സാധാരണ മണ്ണ് ചാണകപ്പൊടിയും കൂടെ കൂടിയിട്ട് അതിന് ചുറ്റുവട്ടത്തിടും. അതിൻ്റെ നടുക്കുവശത്ത് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അതിനകത്ത് സാധാരണ മണ്ണ് മാത്രം ഇട്ട്, മണ്ണും പറ്റുമെങ്കിൽ മണലും കൂടെ ഇട്ടതിന് ശേഷം അതിനകത്ത് മാങ്ങ അണ്ടി കുഴിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് കുഴിയൊക്കെ റെഡി ആയിട്ടുണ്ട്, കുറച്ച് ചാണകപ്പൊടിയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും ഈ മണ്ണും കൂടെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് ഒരു ചാക്കിനകത്ത് മിക്സ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമുക്ക് അത് കുഴിച്ചിടാനുള്ളത് നോക്കാം.
ഇനി നമ്മൾ ചെയ്യുന്നത്, ഇപ്പം നമ്മുടെ മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്, മണ്ണും ചായപ്പൊടിയും കൂടെ ഉള്ള. ഇനി ഇതൊരു ടിന്നാണ്. ഇനി ഇപ്പൊ പൈപ്പാണെങ്കിൽ കുഴപ്പമില്ല. ഇതിന്റെ ഉപകാരം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട്, ഈ ടിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ചുറ്റുവട്ടം മുഴുവൻ ഈ ചാണകപ്പൊടിയും മണ്ണും കൂടെ കൂടിയിട്ടുള്ളത് മിക്സ് എടുത്തിടും. അതിന്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേര് പൊട്ടി ഇറങ്ങി വരുമ്പം ആ വേര് വളം വലിച്ചെടുക്കാൻ പാകമായിരിക്കണം. അതേസമയം വേരിലോട്ട് ഇറങ്ങുന്ന സമയത്ത്, വേരിറങ്ങി വരുന്ന സമയത്ത് നല്ല മണ്ണായിരിക്കുകയും വേണം. അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ചുറ്റുവട്ടത്തും ഇതിട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഇതെടുത്തതിന് ശേഷം നമ്മൾ ഇതിന്റെ ചുറ്റുവട്ടത്തൊന്ന് ഇതെടുത്തിട്ട് നല്ല മണ്ണ് നോക്കി ഇതിന്റെ അകത്ത് ഇട്ട് കൊടുത്ത് അതിനകത്ത് വേര് കുഞ്ഞെടുത്ത് പിടിപ്പിക്കുന്നു. ഇപ്പൊ നമ്മൾ മണ്ണിട്ടിട്ട് മൂടിയിട്ടുണ്ട്. ഇതിന്റെ ഇട സൈഡൊക്കെ ലൂസായിട്ട് ഇട്ടിരിക്കുകയാണ്, ചാണകവും ഇതും കൂടെ കൂടിയിട്ട്. ഇനിയിപ്പോ നമുക്കിത് ഇങ്ങോട്ട് ഊരിയെടുക്കാം. ഊരിയെടുത്ത് കഴിയുമ്പം ഒരു കുഴിയായിട്ട് കിട്ടുന്നുണ്ട്. കേട്ടോ, ഈസി ആയിട്ട് ഊരിയെടുക്കാം. ഒരു ടിന്നോ പൈപ്പോ എന്തെങ്കിലും മതി, ഇത്രയും സ്ഥലം മതി. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, ഇതിനകത്ത് ഇപ്പൊ ചാണകപ്പൊടി അല്ലാതെ നല്ല മണ്ണ് നോക്കിയിട്ട്, നല്ല പൊടിമണ്ണ് നോക്കിയിട്ട് അതിനകത്തേക്ക് കല്ലും സാധനങ്ങളൊന്നും ഇല്ലാതെ കല്ലൊക്കെ പെറുക്കി കളഞ്ഞിട്ട് നല്ല മണ്ണ് നോക്കി ഇട്ട് കൊടുക്കുക. പുല്ലും കാര്യങ്ങളൊക്കെ എടുത്തു കളയുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം ശരിക്ക് നല്ല മണ്ണിലാണ് തൈ പെട്ടെന്ന് വേര് പിടിക്കാൻ എളുപ്പം. ഇങ്ങനെ ലൂസായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് മാങ്ങാണ്ടി കിളുത്ത് വരുന്ന സമയത്ത് വേര് നല്ലപോലെ ഓടുന്നതിനും നല്ല മണ്ണിന് ഇളക്കമുള്ളതുകൊണ്ട് പെട്ടെന്ന് വേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകുന്നതിനൊപ്പം തന്നെ ഇതിനകത്ത് ഈ വേര് പുറത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ നല്ല വളക്കൂറുള്ള മണ്ണുണ്ട്, ചാണകം ഉള്ളതുകൊണ്ട് നല്ല പോലെ ഒരേ പവറിൽ, ഒരേ ശക്തിയിൽ നല്ല ആ കുഞ്ഞ് മുള നല്ല കരുത്തോടെ കയറി വരികയും, ഇങ്ങനെയാണ് 3 വർഷം കൊണ്ട് ശരിക്ക് നല്ല പോലെ മാങ്ങ കിട്ടുന്നത്. ഇത് മൂവാണ്ടൻ മാങ്ങ എന്നല്ല, വേറെ ഏത് മാവ് ചെയ്യുകയാണെങ്കിലും, ഏത് പ്ലാവ് ചെയ്യുകയാണെങ്കിലും എല്ലാത്തിനും ഈ സിസ്റ്റം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്തിട്ട് ഇത് സാധാരണ ഞാൻ ഒരു മാങ്ങാണ്ടിന്ന് വെക്കുന്നത് ശരിക്കും 2 മാങ്ങാണ്ടി എടുത്തിട്ട് കുഴിച്ച് വെക്കുക. അതിന് മുകളിലോട്ട് ഇതിന് മേലെ മണ്ണിട്ട് കൊടുക്കുക.